വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നറിയോ? നമ്മുടെ വാഗമണ്ണിലാണ് കേട്ടോ. വാഗമണ്ണിൽ ഒരു അടിപൊളി സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. അതായത് സ്ഥലത്തിൻ്റെ പേര് കവന്ത എന്നാണ് കേട്ടോ, കവന്ത. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഒരു ജീപ്പ് വരുന്ന വരവ് കേട്ടോ. ഈ റോഡ് മുഴുവനും ജീപ്പുകാരുടെ ബഹളമാണ് കേട്ടോ. അതായത് പുള്ളിക്കാനമൊക്കെ പോകുന്ന ഒരു റോഡാണ്. പുള്ളിക്കാനം നമ്മുടെ ഉളുപ്പുണിയൊക്കെ പോകുന്ന റോഡാണ്. നമ്മൾ ഈ പോകുന്ന സ്ഥലം ഉളുപ്പുണിയുടെ തൊട്ട് താഴ്വശത്തുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അറിയുന്നത്. അപ്പോൾ ഒരു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം റീലിനകത്തൂടെ കണ്ടപ്പോഴത്തേക്കിനാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിയുന്നതാണ് കേട്ടോ. നമ്മളെന്തായാലും ഉളുപ്പുണിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഉളുപ്പുണിയുടെയൊക്കെ തൊട്ട് താഴെ ഭാഗമായിട്ട് വരുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ അതിന് കീഴെ വരെ പോയിട്ട് ഇതുവരെ അങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അല്ല അതും കൂടി നമ്മൾ നേരത്തെ പോയി കണ്ടേനെ. കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. സമയം ഒരു 9 മണിയൊക്കെ ആകുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മോള് ഭാഗമെല്ലാം മൊത്തം ഉളുപ്പുണി ഭാഗമാണ് കേട്ടോ. ബോട്ടുള്ളവർക്ക് മനസ്സിലാവും. തെടി വഴി കൂടെ അങ്ങോട്ട് കയറി പോകുന്നതാണ് ഉളുപ്പുണിയിലോട്ടുള്ള വഴി കേട്ടോ. അങ്ങനെ നമ്മൾ ഉളുപ്പുണി എന്ന് പറയുന്ന ഒരു ചെറിയ ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. നമ്മൾ അതിലെ കൂടെ കയറിയിട്ട് മുമ്പ് കാണിച്ച വഴി കൂടെ കയറിയിട്ട് ഈ വഴി കൂടെയാണ് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് മൊത്തം ജീപ്പുകാരായിരിക്കും. അവരങ്ങോട്ട് കയറ്റി പോലും വിടത്തില്ലെന്നായിരിക്കും. അതുപോലെ ജീപ്പുകാരാണ്. അപ്പോൾ എന്തായാലും ഉളുപ്പുണി എന്ന് പറഞ്ഞ ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഇടത്തോട്ടൊരു വഴി തിരിയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴിയാണോ? അല്ല, ഇത് വഴിയല്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനിപ്പം രാവിലെ വന്നതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ട്. അല്ലെങ്കിൽ നല്ല വെയിലും ചൂടുമായിരിക്കും. അതെ, ഈ വഴി നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ. ഇത് നേരെ മൂലമറ്റത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. മൂലമറ്റം തൊടുപുഴയൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ്. പക്ഷേ റോഡിൻ്റെ പണിയൊന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഓഫ് റോഡ് പോലെയാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ ടാർ ചെയ്ത സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ടാറിങ്ങൊക്കെ പോയിട്ട് അലമ്പായിട്ട് കിടക്കും റോഡ്. അപ്പോൾ ടാർ ചെയ്തതാണ് നേരത്തെ അങ്ങോട്ട് കേട്ടോ. ഞാനൊരു റീല് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ലൊരു റീലും നല്ല അടിപൊളി സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചത്. അടിപൊളി റോഡാണ് കേട്ടോ. ഫുള്ള് പച്ചപ്പാണേ. നമ്മുടെ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് ഒക്കെ കാണിക്കുന്നൊരു സ്ഥലമാണത്. എനിക്ക് ചിലപ്പോൾ സ്ഥലം കണ്ടാൽ മനസ്സിലാവും. ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് നമ്മുടെ ഫഹദ് ഫാസിലിനെയും നമ്മുടെ വിനായകനെയും കൂടി ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് കുറേ ആൾക്കാരിങ്ങനെ തോക്കൊക്കെ ആയിട്ട് വന്ന് നിൽക്കത്തില്ലേ, ആ ഒരു സ്ഥലം കേട്ടോ. ആ സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. എന്തായാലും നല്ല വൈബാണ് കേട്ടോ. കാരണം നല്ല തണുപ്പുണ്ട്. വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ആ കാണുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉളുപ്പുണിയുടെ ഓരോ ഭാഗങ്ങളായിട്ട് വരും കേട്ടോ. ഉളുപ്പുണി ഒരു കിടില സ്ഥലമാണ് കേട്ടോ. അവിടെ ഒറ്റയ്ക്ക് പോയി കയറാൻ പറ്റത്തില്ല. ഇച്ചിരി ടാസ്ക് ആണെന്നേ ഉള്ളൂ. അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ജീപ്പുകാരോട് പറഞ്ഞാൽ അവർ കൊണ്ടുവിടും. ജീപ്പുകാരാണ് മെയിനായിട്ട് അങ്ങോട്ടേക്ക് സഫാരി നടത്തുന്നത്. അപ്പം പോകാൻ താല്പര്യമുള്ളവർ ജീപ്പുമായിട്ട് വരിക. അല്ലെങ്കിൽ ജീപ്പുകാരോട് പറയുക. അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഡ്വഞ്ചർ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഏതായാലും നമ്മുടെ ടാറിട്ട റോഡ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ടാറിടാത്ത റോഡിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടോ, അടിപൊളി സ്ഥലമല്ലേ. രണ്ട് സൈഡിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളാണ് കേട്ടോ. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ സ്ഥലത്തിൻ്റെ. ഗൈസ്, അങ്ങനെ നമ്മൾ വേണ്ടേ കവന്തയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കവന്ത എന്ന് പറയുന്ന സ്ഥലം. ഇതിന് നേരെ മുകളിൽ കാണുന്ന ഭാഗം ഉളുപ്പുണിയൊക്കെയാണ് കേട്ടോ. ഉളുപ്പുണിയിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കവന്ത എന്ന് പറയുന്ന സ്ഥലം. ഇത് കുറേ നാളായിട്ട് ഞാനിവിടെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് കവന്ത വന്ന് കണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ വഴികളെല്ലാം ടാർ ചെയ്ത് വൃത്തിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുന്നതിനകത്ത് വലിയ ഒരു രസമില്ലെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് നമ്മൾ അതിന് മുന്നേ ഇങ്ങോട്ട് വന്നത് കേട്ടോ. നമ്മുടെ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്തൊക്കെ ഒരു സ്ഥലമാണിത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. മറ്റേ ഈ
കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മൂന്നാറിലെ അലോഷിക്ക് കൈ കൊടുത്താന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞൊരു സീനൊക്കെ നമ്മുടെ അയ്യോബിൻ്റെ പുസ്തകത്തിനകത്തുണ്ടല്ലോ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കവന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ വഴിയുണ്ട്, ഇതുണ്ടോ, കണ്ടോ, ഇതിലെ കൂടി ഇങ്ങനെ വഴി കിടക്കുന്നുണ്ടോ. അത് നമ്മുടെ മൂലമറ്റമൊക്കെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴികളാണ് കേട്ടോ. ഈ മലയുടെയൊക്കെ അപ്പുറേ വശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ഡാമും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഏരിയയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ അങ്ങ് ഒരാൾക്കാർ പോലും വരാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് കവന്ത കേട്ടോ. നമ്മുടെ വണ്ടി ഇരിക്കുന്നുണ്ടോ. എൻ്റെ ഡ്രോണിനകത്ത് ഒരു ബാറ്ററിയേ ഉള്ളൂ നമ്മളിൽ. അത് കാരണം അധികം ഡ്രോൺ ഷോട്ടുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് കുറച്ച് ഡ്രോൺ ഷോട്ടുകളൊക്കെ ഞാൻ എടുത്തിട്ടേ പോകത്തുള്ളൂ. എന്തായാലും ഇവിടെ ഒരു പോകും ഡ്രോണൊക്കെ ദേ. അപ്പം ഇതാണ് നമ്മുടെ കവന്ത കേട്ടോ. നല്ല രസമില്ല, നോക്കി പുല്ല് കയറി കിടക്കുന്ന നല്ല അടിപൊളി സ്ഥലം. നല്ല രസമില്ല, അങ്ങോട്ട് നോക്കി ആ കുന്നും മലയൊക്കെ ഉണ്ടോ, ഫുള്ള് നല്ല പച്ചപ്പ് കയറി കിടക്കുവാണ് കേട്ടോ. ഇതിന് നടുക്കൂടെ ഇങ്ങനെ ഒരു ഭാഗം വെട്ടി തുറന്ന് ഇങ്ങനെ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ. ഈ ഭാഗത്തൊന്നും ഒരു അനക്കം പോലും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഇതുണ്ടോ, അടിപൊളിയാണ്. ഭയങ്കര ഒരു റിലാക്സേഷൻ ഇവിടെ നിൽക്കുമ്പോൾ. പക്ഷെ ഞാൻ രാവിലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 9 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നുമില്ല, നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ. നോക്കിക്കേ, അയ്യോ എന്നാ പൊളിയാന്ന് നോക്കി, നിങ്ങൾ നോക്കിയത് കണ്ടോ. ഇതിലെ കൂടെ എൻ്റെ അരുവി വേണ്ട ഒഴുകുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാം കേട്ടോ. അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാണല്ലോ ഈ പുല്ലിങ്ങനെ കയറി ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ, മുട്ടക്കുന്ന് പോലെ. ഇതുണ്ടോ, ഇത് നടുക്കാണ് ഈ റോഡ് വരുന്നത്. അതെന്തായാലും പൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് കവന്ത കേട്ടോ. അപ്പോൾ വലിയ ഭയങ്കര സംഭവമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കാണാനുള്ളൊരു സ്ഥലമുണ്ട്. മാത്രമല്ല നമ്മൾ വാഗമണിൽ ഞാൻ ഈ ഒരു സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വന്ന് കണ്ടത് കേട്ടോ. കുറേ നാളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോ ഒന്നും വരാതിരിക്കില്ലായിരുന്നോ. അപ്പം കുറച്ച് ദിവസങ്ങൾ കൂടിയാണ്, രണ്ടാഴ്ച എങ്ങാണ്ടായെന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട്. അപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ യാത്ര പോകണമെങ്കിൽ പൈസ അത്യാവശ്യമല്ലേ. അപ്പം നമ്മുടെ ലോൺ അടവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മിച്ചം പിടിക്കുന്ന പൈസയ്ക്കാണ് എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നത്. അപ്പം എല്ലാ ദിവസമല്ല നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പം വീട്ടിലെന്തെങ്കിലും ടൈറ്റായിട്ട് ലോൺ അടവും കാര്യങ്ങളൊക്കെ വന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ പൈസ കാണത്തില്ല പോകാനായിട്ട്. അങ്ങനെയാണ് ഈ പോക്ക് മുടങ്ങുന്നത്. അത് കാരണം ഭയങ്കര ഒരു പാടാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ട്രാവൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസയാവും. എങ്ങോട്ട് പോകണമെങ്കിലും കുറഞ്ഞത് 1000 രൂപയിലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒക്കത്തില്ല. അതാണ് വേറൊരു പ്രശ്നം. ഈ നമ്മുടെ വണ്ടിക്കാണ് ഒട്ടും മൈലേജും കൂടി ഇല്ലാത്തതുകൊണ്ട് വലിയ പാടാണ്. അപ്പോൾ അത് ഒരു മെയിൻ റീസണാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇങ്ങനെ ചില സമയത്തൊക്കെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാനായിട്ട് കാരണം. എന്തായാലും ഈ സ്ഥലം ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് മറ്റേ ഉളുപ്പുണി ജീപ്പ് സവാരിയൊക്കെ ഉള്ള ഭാഗമൊക്കെയാണെന്ന് എനിക്ക് തോന്നിയത്. നമ്മളെന്തായാലും ഉളുപ്പുണിയിലൊക്കെ പോയി കയറി ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ കയറിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ കയറി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്ത് കൂടി പോയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോവേ. പുള്ളിക്കാരത്ത് കുറേ അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട്. പുള്ളിക്കാരത്ത് നമ്മൾ 1 തവണ പോയിട്ടുണ്ട്, 2 തവണ പോയിട്ടുണ്ട്. അന്നൊന്നും ഈ പറഞ്ഞ പോലെ ചുമ്മാ ഓടിച്ച് വിട്ടുള്ള വീഡിയോ ആയിരുന്നു. നമ്മൾ ഡ്രോൺ ഷോട്ടുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഞാൻ എന്തായാലും അവിടെ കൂടി പോയി കുറച്ച് ഡ്രോൺ ഷോട്ടുകളും കൂടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് പുള്ളിക്കാരത്തിന് പോയാലോ. അങ്ങനെ നമ്മൾ വേണ്ട പുള്ളിക്കാരത്തിൻ്റെ പ്രധാന ആകർഷണമായ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നേരെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഇല്ലിക്കക്കല്ലാണ് കേട്ടോ. പുള്ളിക്കാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അവിടെയാണ്. നോക്കിയേ എന്നാ ഒരു മനോഹരമായ കാഴ്ചകളാണ്. നോക്കിയേ, ഇതൊരു എസ്വളമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. അടിപൊളിയല്ലേ. അങ്ങോട്ട് നോക്കിയോ, നോക്കത്താ ദൂരത്തെ കാഴ്ചകൾ കണ്ടോ. ആ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്.
നമ്മുടെ പുള്ളിക്കാലത്ത് കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ തിരിഞ്ഞ് കയറി പോകുന്നു. മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് കയറി കിടക്കുന്നൊരു റോഡാണ് കേട്ടോ. ഇത് ഇങ്ങോട്ട് നോക്കി, ഒരു ഡസ്റ്റർ കത്തിക്കരിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഓട്ടത്തിലെങ്ങാണ്ട് കത്തിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ, വല്ലാത്തൊരവസ്ഥ. ഇവിടെ വന്നിട്ട് വണ്ടിക്കൊക്കെ തീ പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നോക്കി നിൽക്കാനല്ലാതെ. ആരാണ് അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ? ഈ വണ്ടിയുടെ ആറരയാണെന്ന് വല്ല അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. വലിയ കുഴി, അയ്യോ വലിയ കുഴിക്കകത്തോട്ട് പോയി. അയ്യോ എന്നോ വണ്ടി മൊത്തം താന്നു പോയി കേട്ടോ. ഇതാ അവിടെ ആ ചള്ളക്കുഴിക്കകത്ത് വീണാ കേട്ടോ. വലിയ കുഴിയായിരുന്നു കേട്ടോ. വണ്ടി അങ്ങോട്ട് ഇരുത്തി അങ്ങ് പോയി താഴോട്ട്. ഫുള്ള് ചള്ളയായി കേട്ടോ. നോക്കി, മൊത്തം ആലമ്പായി. ഞാൻ നല്ല വൃത്തിക്ക് കൊണ്ട് കഴുകിയെല്ലാം സെറ്റാക്കിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇനിയിപ്പോൾ ഇത് കഴുകാതെ പറ്റിയല്ല, മൊത്തം ചള്ളയായി. ഇതെല്ലാം മുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ദേ, എന്തായാലും കൊള്ളാം. ഇത് കിടിലനൊരു സ്ഥലമാണ് കേട്ടോ. നോക്കിയേ, പുള്ളിക്കാനം. നമ്മുടെ ജോസഫ് സിനിമയ്ക്കകത്തൊക്കെ ലൊക്കേഷനാണ് കാണുന്നത് കേട്ടോ. ആ വണ്ടി ആക്സിഡൻ്റ് ആവുന്നതൊക്കെ. എന്തായാലും കൊള്ളാം, ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ 360 വ്യൂ ആണ്. ഇതുണ്ടോ, കാണുന്ന ഇല്ലീഗലാണ്. അതിൻ്റെ തൊട്ട് പുറയിലാണ് മറ്റേ ഇല്ലീഗലിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നു ഇവിടെ വന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു സ്ഥലം. ഇതാണ് കേട്ടോ സ്ഥലം, നമ്മുടെ ഇല്ലീഗലാണ് കാണുന്നത് കേട്ടോ. ഈ വണ്ടി ഇവിടെ കത്തി കിടക്കുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നത് ഓട്ടത്തിലെങ്ങാണ്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് കത്തിയത്. ഈ വഴി തന്നെ ഓടി വന്നപ്പോഴത്തേക്കിന് കത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ ഡസ്റ്റർ ഇങ്ങനെ ഒരുപാട് കത്തി വഴികളിലൊക്കെ കാണാറുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം തൊടുപുഴ പോയില്ലേ, തൊടുപുഴ ഇടുക്കിക്ക് പോകുന്ന സമയത്ത് ആ വഴി സൈഡ് ഇതുപോലെ ഡസ്റ്റർ കത്തി കിടപ്പുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഡസ്റ്റർ പൊതുവേ ഇങ്ങനെ കത്തുന്ന ഒരു പതിവ് കാണുന്നുണ്ടെന്നോ. കണ്ടോ, ഫുള്ള് കത്തി മൊത്തം. ഈ വണ്ടി ഇത് ഉപേക്ഷിച്ചാണ് കേട്ടോ. ആൾക്കാർക്ക് വല്ലതും പറ്റിയോ എന്നുള്ളതൊന്നും അറിയത്തില്ലോ. ചിലപ്പോൾ അവരിറങ്ങി മാറി കാണുമായിരിക്കും കേട്ടോ. ഇതുണ്ടോ, ഡസ്റ്റർ ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം വലിയൊരു വിഷയക്കാരനാണ്. എൻജിനൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ദീ നോക്കി, കണ്ടോ, കാണാമോ എൻജിനൊക്കെ കാണാമോ? ദീ കിടക്കുന്നുണ്ടോ, ഫുള്ള് കത്തി നാശപ്പരുവായി പോയി കേട്ടോ. അലോയ് വീലല്ല നിൽക്കുന്നത് കേട്ടോ. ഫുള്ള് നശിച്ച് ആകെപ്പാടെ കത്തി കരിഞ്ഞു പോയി. ഇതിനകത്തൊക്കെ ആൾക്കാർക്ക് വല്ലതും പറ്റുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല കേട്ടോ. ഇവിടെ ആരോടും ചോദിച്ചാൽ അറിയാമായിരിക്കും, പക്ഷേ ഇവിടെ എങ്ങും ആരുമില്ല. കണ്ടോ, ഈ ഡസ്റ്ററിലെ ഈ ഭാഗമില്ലേ, ഈ ഭാഗം, അതായത് എൻജിൻ്റെ തൊട്ട് പുറകിലത്തെ ആ ഒരു ഭാഗമുണ്ടല്ലോ, ഇതൊക്കെ തുറക്കാൻ പറ്റത്തില്ല, കാണിക്കായിരുന്നു. ഈ ഭാഗമില്ല, ഈ ഭാഗം ഇങ്ങനെ അകംഭാഗം, ഇതിൻ്റെ അകത്ത് അവിടെ മറ്റേ ഈ ചൂടും ഈ എൻജിൻ്റെ നോയ്സൊന്നും അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വല്ലാത്തൊരു തരത്തിലുള്ള ഒരു മെറ്റീരിയൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഇതിനകത്തായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ആ സാധനം ചെറിയ സ്പോഞ്ച്, മറ്റേ ഈ പഞ്ഞിയൊക്കെ പോലത്തെ ഒരു മെറ്റീരിയൽ പോലൊരു സാധനമാണ്. അപ്പോൾ ഇത് കുറേ വണ്ടി ഓടി ഒരുപാട് ഓടിക്കഴിയുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിനെ ഹീറ്റാകുന്ന കൂട്ടത്തിൽ ഇതും പതിയെ ഹീറ്റാകും. മാത്രമല്ല കുറേ നാളുകൾ കഴിഞ്ഞ വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്കിന്
ആ മെറ്റീരിയൽ പതുക്കെ അവിടുന്ന് ഫിക്സ് ചെയ്തേക്കുന്ന ഭാഗത്തുനിന്ന് ഇളകി പതുക്കെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്. അത് വന്ന് എഞ്ചിനെ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊരുപാട് ഹീറ്റായി, എഞ്ചിൻ്റെ ഈ ഹീറ്റ് കാരണം ഇത് വായിട്ട് ടച്ച് ചെയ്ത് ഇങ്ങനെ നിരന്തരം ടച്ച് ചെയ്ത് കുറേ ഹീറ്റായി കഴിയുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്നതാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ വേറൊരു യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് കണ്ടതാണ്. അതുകൊണ്ടാണ് പൊതുവെ ഈ വണ്ടി മുഴുവൻ ഇങ്ങനെ കത്തി കാണാറുള്ളതെന്നാണ് അതിനകത്ത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഈ വണ്ടി ഉള്ളവർ ആ ഒരു ഭാഗമൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇതിങ്ങനെ കണ്ടതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വണ്ടിയുള്ളവർ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും. നമ്മുടെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് വരാത്തത്. എനിക്കങ്ങ് ചില സമയത്ത് എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേലാതായിപ്പോവും. ഒന്നാമത്തെ കാര്യം ഫണ്ടിൻ്റെ കാര്യമാണ് കേട്ടോ. നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി ഇപ്പം മാറ്റി വെക്കുന്ന പൈസ ചിലപ്പം വേറെ ആവശ്യത്തിന് വേണ്ടി അത് അതിലേ പോവും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഞാൻ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.